മക്കളെ, നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 കണക്കുകൾ, 3 എണ്ണവും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് സാർ എടുത്തതാണ്. അപ്പോൾ ഒരു 3 കണക്കുകൾ ചെയ്യാം. നമ്മൾ ഇത്രയും കണക്കുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്കിനി സ്പീഡിൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാവുന്ന കണക്കുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കലി ദി പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് 3x മൈനസ് വൈ പ്ലസ് 8 ഈക്വൽ ടു 0. ഇതൊന്നാമത്തേത്. അടുത്തത് 3x മൈനസ് വൈ ഈക്വൽ ടു 24 റെപ്രസെന്റ് 2 ലൈൻസ് വിച്ച് ആർ. അത് 4 ചോയ്സ് ഉണ്ട്. ഇന്റർസെക്റ്റിംഗ് എക്സാക്ട്ലി അറ്റ് 1 പോയിന്റ്, ഇന്റർസെക്റ്റിംഗ് എക്സാക്ട്ലി അറ്റ് 2 പോയിന്റ്സ്, കോയിൻസിഡന്റ് പാരലൽ. നമുക്കത് കാണണമെങ്കിൽ നമുക്ക് ആദ്യമേ ആ ഇക്വേഷൻസ് ഇങ്ങ് എടുക്കണം. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? 3x മൈനസ് വൈ പ്ലസ് 8 ഈക്വൽ ടു 0. അതിങ്ങോട്ട് എഴുതി. അടുത്തത് 3x മൈനസ് വൈ ഈക്വൽ ടു 24 എന്നാണ് കിടക്കുന്നത്. പക്ഷെ ആ 24നെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് 3x മൈനസ് വൈ ഈക്വൽ ടു 24നെ ആ 24 ഇപ്പുറത്തിട്ടിട്ട് 3x മൈനസ് വൈ മൈനസ് 24 ഈക്വൽ ടു 0. അതിന് കാരണം എന്താ? നമുക്ക് a1/a2 b1/b2 c1/c2 കണ്ടിട്ട് നമ്മുടെ നെമോണിക്സ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യമേ ഈ തന്നിരിക്കുന്ന 2 ഇക്വേഷൻസ്, ആദ്യം നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് തന്നു. 2 ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടിയ ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി a1/a2 നോക്കാം. 3/3 1 എന്ന് വരും. ഇവിടെ -1 ആണ്, ഇവിടെയും -1 ആണ്. അപ്പൊ b1/b2 -1/-1 1 ആണ്. c1/c2 ഇവിടെ 8 ആണ്, ഇവിടെ -24 ആണ്. അപ്പൊ 8/-24 എന്ന് പറയുമ്പോൾ 1/-3 എന്ന് കിട്ടും, അല്ലെങ്കിൽ -1/3 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. a1/a2ഉം b1/b2ഉം തുല്യമാണ്, പക്ഷെ c1/c2 വേറെയാണ്. അപ്പൊ നമുക്ക് പറയാം a1/a2 ഈസ് ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇപ്പം നമുക്ക് നെമോണിക്സിലേക്ക് കടക്കാൻ സമയമായി. ദേ ഉണ്ടോ, ഇവിടെ ഈക്വൽ ടു ആണ്, ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ്. അപ്പം നമുക്ക് en, നമ്മുടെ നെമോണിക്സിലെ en എടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് n, en, ee, iu, pn, ci. അപ്പം en നേരെ കിട്ടുന്നത് pn ആണ്. p എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ്, n എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ. അപ്പം en എന്ന് പറയുമ്പം പാരലൽ ലൈൻസാണ് വരുന്നത്. ഇവിടെ ചോദിച്ചത് എന്താണ്? നമ്മോട് ചോദിച്ചത് ഗ്രാഫിക്കലി ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് നമുക്ക് 2 എണ്ണം തന്നു. റെപ്രസെന്റ് 2 ലൈൻസ് വിച്ച് ആർ പാരലൽ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ നെമോണിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇനി ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണ്. സി, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് x ഈക്വൽ ടു a, y ഈസ് ഈക്വൽ ടു b ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദി പെയർ ഓഫ് ഇക്വേഷൻസ്. ദാ x മൈനസ് വൈ ഈക്വൽ ടു 2, x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. 2 ഇക്വേഷൻ തന്നിട്ട് അവർ പറയുവാണ് x ഈക്വൽ ടു a, y ഈസ് ഈക്വൽ ടു b സൊല്യൂഷൻ ആണെന്ന്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a ആൻഡ് b. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത് x ഈക്വൽ ടു a, y ഈസ് ഈക്വൽ ടു b സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഈ x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2-ൽ എക്സിന് എയും വൈക്ക് ബിയും കൊടുത്താലോ നമുക്ക് a മൈനസ് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് x ഈക്വൽ ടു a, y ഈസ് ഈക്വൽ ടു b. അതുപോലെ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4, എക്സിന് എയും വൈ ബിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് a പ്ലസ് ബി ഈക്വൽ ടു 4. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് എയും ബിയും കണ്ടാൽ മതി. ഇതും നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, നമ്മൾ പറഞ്ഞു, സാറ് പറഞ്ഞില്ലേ, വളരെ ഈസി ക്വസ്റ്റ്യൻസ്. നമ്മളെല്ലാം കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. കാരണം ബിയും മൈനസ് ബിയും ഉണ്ട്. ആഡ് ചെയ്യുമ്പം 2a, 4 പ്ലസ് 2 6 വരും. അപ്പം a ഈസ് ഈക്വൽ ടു 6/2, a ഈസ് ഈക്വൽ ടു 3 കിട്ടിക്കഴിഞ്ഞു. നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ എടുക്കാം. a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4. അതിനകത്ത് എക്ക് പകരം നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് ബി 4 ആണ്. 3 ഇങ്ങോട്ട് വന്നാൽ b ഈസ് ഈക്വൽ ടു 4 മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ a ഈസ് ഈക്വൽ ടു 3 ആൻഡ് b ഈസ് ഈക്വൽ ടു 1. വളരെ ഈസി ക്വസ്റ്റ്യൻ.
ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്രാക്ഷൻ ബിക്കംസ് 1/3 when 2 is subtracted from the numerator. നമ്മൾ അതൊക്കെ ചെയ്തിട്ട് അടുത്തത് നോക്കിയാൽ മതി. നമുക്ക് ആദ്യമേ തന്നെ ഫ്രാക്ഷനെ x/y എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് എഴുതേണ്ടി വരും. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി x/y. അതിനുശേഷം അവർ പറഞ്ഞ എന്താ? ഫ്രാക്ഷൻ ബിക്കംസ് 1/3 when 2 is subtracted from the numerator. അതായത് ഈ ന്യൂമറേറ്റർ എക്സിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്തപ്പം ഈ ഫ്രാക്ഷൻ 1/3 ആയി. അപ്പോൾ x-2/y = 1/3 എന്ന് കിട്ടി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × x-2 = y. ബ്രാക്കറ്റ് മാറ്റിയാൽ 3x - 6 = y. നമ്മൾ y ഇപ്പുറത്തേക്ക് എടുത്തു കഴിയുമ്പം 3x - y = 6. പെട്ടെന്ന് ഇക്വേഷൻ 1 വന്നു. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കിട്ടിയാൽ ആദ്യത്തെ ഐഡിയ വെച്ച് ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടേ നമ്മൾ അടുത്തതിലേക്ക് പോകാവുള്ളൂ. ഇനി രണ്ടാമത്തെ ഐഡിയ എന്താ തന്നിരിക്കുന്നത്? ആൻഡ് ഇറ്റ് ബിക്കംസ് 1/2 when 1 is subtracted from the denominator. Find the fraction. അപ്പോൾ ഡിനോമിനേറ്ററിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തപ്പം ഇത് 1/2 ആയി. അപ്പോൾ x/y - 1 = 1/2 എന്ന് കിട്ടി. നമ്മൾ ക്രോസ് ചെയ്തപ്പം ഇങ്ങോട്ട് ചെയ്യുമ്പം 2x = y - 1. y നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്താൽ 2x - y = -1. അപ്പോൾ ഇക്വേഷൻ 2 കിട്ടി. നമുക്ക് ഇക്വേഷൻ 2 കിട്ടി. അപ്പോൾ ആദ്യമേ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു 3x - y = 6. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതി 3x - y = 6. ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും -y ആണ്, ഇത് രണ്ടും -y ആണ്. അപ്പോൾ ഈ -y നമ്മൾ ഡിഫറൻസ് എടുക്കാമെങ്കിൽ ഒരേ സൈൻ ഉള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയിക്കോളൂ. അപ്പം നമുക്ക് ഇവിടെ 3x ഇവിടെ 2x ആയതുകൊണ്ട് ഇതിൽ നിന്നും ഇത് കുറയ്ക്കാം. അതായത് ഫ്രം ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുക്കുക. കാരണം ഇത് പോസിറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ 3x - 2x നമുക്ക് x എന്ന് കിട്ടും. -y മൈനസ് -y എന്ന് പറയുമ്പം -y + y വരും. നമുക്ക് അങ്ങനെ ഒന്നും നോക്കാൻ പോകണ്ട. കാരണം ഇത് രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് ആ ഡിഫറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് 0 ആയിക്കോളും. അപ്പം നമുക്ക് അവിടെ y തീർന്നു. പിന്നെ ഇവിടെ നമുക്ക് 1 - 2 ആയതുകൊണ്ട് 6 - -1 ആണ് വരുന്നത്. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുവാണ്. നമുക്കിങ്ങനെ എഴുതാനൊന്നും സമയമില്ല. അങ്ങനെയൊന്നും നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. നമ്മൾ നേരെ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ അങ്ങ് ആഡ് ചെയ്താൽ പോരെ. അപ്പം നമുക്ക് 6 - -1 7. അപ്പോൾ എക്സിന് 7 എന്ന് നമുക്ക് നേരിട്ട് കിട്ടി. ഇനി നമ്മളൊരു ചെറിയ ഇക്വേഷൻ എടുത്തേ. ഇതേ കണ്ടോ, 2x = y - 1 അല്ലെങ്കിൽ 2x - y = -1. 2x - y = -1. അവിടെ എക്സിന് 7 കൊടുത്തേ. എക്സിന് 7 കൊടുക്കുമ്പം 2 × 7 14 വന്ന്. 14 - y = -1. ഈ -y ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് +y ആയിട്ട് മാറി. ഈ -1 ഇങ്ങോട്ട് വരുമ്പം +1 ആയിട്ട് മാറും. അപ്പോൾ 14 + 1 15. അപ്പം നമുക്ക് x 7ഉം y 15ഉം കിട്ടി. പക്ഷേ നമ്മളോട് ഫ്രാക്ഷൻ ആണ് ചോദിച്ചത്, എക്സും വൈയും അല്ല. therefore our fraction is x/y = എക്സിൻ്റെ വാല്യൂ 7ഉം വൈയുടെ വാല്യൂ 15ഉം ആയതുകൊണ്ട് അവർ ഫ്രാക്ഷൻ ഈസ് 7/15. വളരെ ഈസി. നമ്മളിപ്പോൾ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു. എത്രയോ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്ര ഈസി ആയിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം നമ്മൾ സബ്ജക്റ്റിൽ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ തറവായി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറും. നമ്മളിനി കാണാൻ പോകുന്ന 2016 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ ഒരു കണക്ക് നമ്മൾ എക്സസൈസിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നപ്പം ഏകദേശം അതുപോലൊരു കണക്ക് പ്രാക്ടീസ് ചെയ്യാനൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എ പാർട്ട് ഓഫ് മന്ത്ലി ചാർജസ് ഈസ് ഫിക്സ്ഡ് ആൻഡ് റിമൈനിങ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഡേയ്സ്
വൺ ഹാസ് ടേക്കൻ ദ ഫുഡ് ഇൻ ദ മെസ്. അതായത് ഒരു മെസ്സിലാണ്, ഒരു മെസ്സിലെ സംഭവമാണ് പറയുന്നത്. ഒരു ഫിക്സഡ് ചാർജ് അവിടെ ഉണ്ട്, ഒരു ഫിക്സഡ് ചാർജ് അവിടെ ഉണ്ട്. നമുക്ക് ആ ഫിക്സഡ് ചാർജ് എക്സ് ആണ്. അതെന്തായാലും നമ്മളത് കൊടുക്കണം. എത്ര ദിവസം എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല. ഇനി എത്ര ദിവസമുണ്ടോ ഓരോ ദിവസങ്ങൾക്കും കൊടുക്കേണ്ടത് വൈ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത്, ഇത്രയും കാണുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു, ലെറ്റ് ദ ഫിക്സഡ് ചാർജ് ബി എക്സ് ആൻഡ് ചാർജസ് പെർ ഡേ ബി വൈ. ഇത് നമ്മൾ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പം ആ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതുന്നതാണ് നല്ലത്. എല്ലാം കൂടി തീർത്തിട്ട് നമ്മൾ എഴുതാൻ പോകരുത്. ഇതുപോലുള്ള വലിയ ക്വസ്റ്റ്യൻസ് ആകുമ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? ദേ, രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. വെൻ സ്വാതി ടേക്സ് ഫുഡ് ഫോർ 20 days, ഷീ ഹാസ് ടു പേ ₹3,000 ആസ് ഹോസ്റ്റൽ ചാർജസ്. അപ്പോൾ ഒരു കേസ് സ്വാതിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്വാതിയുടെ കേസ് അങ്ങ് എഴുതാം. സ്വാതിയുടെ കേസിൽ സ്വാതി 20 ദിവസത്തേക്ക് എടുത്തു. അപ്പോൾ ഹോസ്റ്റൽ ചാർജ് 3000 രൂപ കൊടുത്തു. അപ്പോൾ ഫിക്സഡ് ചാർജ് എന്തായാലും വരും. 20 ദിവസത്തേക്ക് 20y കൂടി വരും. അപ്പോൾ ടോട്ടൽ 3000 വരും. അപ്പോൾ x + 20y = 3000. വളരെ ഈസി ആയിട്ടുള്ളൊരു ഇക്വേഷൻ. വീണ്ടും രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? വേറാസ് മൻസി ടേക്സ് ഫുഡ് ഫോർ 25 days ആൻഡ് പേയ്സ് 3500 ആസ് ഹോസ്റ്റൽ ചാർജ്. അപ്പോൾ ഇനി അടുത്തത് മൻസിയുടെ കേസാണ്. മൻസിയുടെ കേസിൽ 25 ദിവസമാണ് മൻസിയുടെ കേസിൽ. അപ്പം നമുക്ക് ഫിക്സഡ് ചാർജ് പ്ലസ് 25 days ആയതുകൊണ്ട് 25y = 3500. നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? എക്സും വൈയും ആണ്. ഫൈൻഡ് ഫിക്സഡ് ചാർജ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫുഡ് പെർ ഡേ. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്താൽ മതി. നമുക്കിവിടെ കാണാം, ഇത് രണ്ടും സെയിം ആണ്. രണ്ട് സ്ഥലത്തും എക്സാണ് വന്നേക്കുന്നത്. ഒന്നും ആലോചിക്കേണ്ട, ഡിഫറൻസ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ 25y, ഇവിടെ 20y, ഇതാണ് കൂടിയത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഒന്നാമത്തേത് മൈനസ് ചെയ്യണം. കാരണം ഇവിടെ പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 25y - 20y എന്ന് പറയുമ്പോൾ 5y വരും. 3500 - 3000 500 വരും. നമുക്ക് y = 500/5. നമുക്ക് ഫിക്സഡ് ചാർജ് വേരിയബിൾ ചാർജ് കിട്ടി. അതായത് ഡെയിലി എക്സ്പെൻസ്, ഡെയിലി ചാർജ് ₹100 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളൊരു ചെറിയ ഇക്വേഷനകത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജും കിട്ടും. നമ്മുടെ ചെറിയ ഇക്വേഷൻ്റെ ഈ കാണുന്നതാണ് x + 20y = 3000. ഇതാണ് ചെറിയ ഇക്വേഷൻ. നമുക്ക് ഈ y നമുക്ക് 100 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ x + 20 × 100 s + 2000 3000. അപ്പോൾ x എന്ന് പറയുമ്പം ഈ 2000 അപ്പുറത്തേക്ക് പോയാൽ 1000. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫിക്സഡ് ചാർജ് 1000ഉം ഡെയിലി ചാർജ് 100 രൂപയും. ഇപ്പം നമ്മളൊരു ഹോസ്റ്റലിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ 1000 രൂപ എന്തായാലും കൊടുക്കണം. പിന്നെ നമ്മൾ താമസിക്കുന്ന ഡേറ്റിന് 100 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇനി ഇതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്. ഇത് 2014 ചോദിച്ചതാണ്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എന്തോ വലുതായിട്ട് തോന്നും. അപ്പോൾ സാർ അതിൻ്റെ കൃത്യമായ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് തന്നിരിക്കുന്നത് 6 × ax + by = 3a + 2b. അടുത്തത് 6 × bx - ay = 3b - 2a. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ 6ax + 6by എന്ന് വരും. 6ax + 6by = 3a + 2b. ആ ബ്രാക്കറ്റ് മാറ്റി. ഇനി അടുത്തത് ഇവിടെയോ 6 × bx - ay. ബ്രാക്കറ്റ് മാറ്റിയാൽ 6bx - 6ay എന്ന് വരും. 6bx - 6ay = 3b - 2a. നമുക്കത് തിരിച്ച് ഇടാം. 3b - 2a എന്നുള്ളത് തിരിച്ചിടാം. -2a ആദ്യം ഇട്ടിട്ട് 3b ഇട്ടു. അതിന് കാരണം എന്താ?
നമുക്ക് എ ഇങ്ങനെ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമാണ്. അതെന്തായിരിക്കും സാർ പറഞ്ഞു തരാം. ഇവിടെ ഒരു എ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു ബി മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ സംഭവം തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് മാറ്റമില്ല. ഇനി എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ളത് നമുക്ക് സാർ രണ്ടാമത് പറഞ്ഞു തരാം. ഇവിടെ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 6a² x എന്ന് കിട്ടും, പ്ലസ് 6aby. എ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6aby വരും. ഇവിടെയും എ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പം 3a². ഇവിടെയും എ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2ab. ഇനി ഇവിടെ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6b² x എന്ന് വരും. ഇവിടെയും ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പം -6aby എന്ന് വരും. ഇവിടെ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഇത് രണ്ടാമതാണ്. ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6b² x b ഇൻറ്റു -6ay -6aby b ഇൻറ്റു -2a -2ab b ഇൻറ്റു 3b² എന്ന് കിട്ടി. അതായത് ഈ കാണുന്നത് ഈ ഇക്വേഷനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇക്വേഷനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി സാർ എന്തുകൊണ്ടാണ് എ കൊണ്ട് ഇതിനെയും ബി കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ കണ്ടോ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും വരും. ഇതേ ഇവിടെ 2ab ഉണ്ട്, ഇവിടെ -2ab ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പം ഇത്രയും പോർഷൻ കട്ടായി പോവും. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഒരു എ വരുവാണെങ്കിൽ 2ab വരും. ഇവിടെ ഒരു ബി വരുവാണെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ബി വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് -2ab വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 6by ഉണ്ട്. ഇവിടെ ഒരു എ വരുവാണെങ്കിൽ 6aby വരും. ഇവിടെ ഒരു ബി വരുവാണെങ്കിൽ -6aby വരും. അത് നമുക്ക് ജസ്റ്റ് പ്രാക്ടീസിലൂടെ അതൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഇനി നമ്മളിത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ aby -6aby ഇത് രണ്ടും കട്ടായി പോയി, ഇത് രണ്ടും കട്ടായി പോയി. അപ്പം കട്ടാകാതെ നിൽക്കുന്നത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. അതായത് 6 കോമൺ ആയിട്ടുണ്ട്, a² + b² ഇൻറ്റു ഇവിടെ എക്സും കോമൺ ആയിട്ടുണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് 6ഉം ഉണ്ട്, രണ്ടിലും കോമൺ ആയിട്ട് എക്സും ഉണ്ട്. അപ്പോൾ a² + b² ഇങ്ങനെ വരും. റൈറ്റ് സൈഡിലോ 3a² + 3b². ഇത് രണ്ടും കട്ടായി പോയി. അപ്പം 3 ഇൻറ്റു a² + b². അപ്പം 6x എന്ന് പറയുന്നത് എത്രയായിരിക്കും? a² + b² ഇവിടെ അങ്ങ് കട്ടായി പോയി കഴിഞ്ഞാൽ 6x = 3x 1/2. കണ്ടോ, പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായാൽ മാത്രം മതി. നമുക്കിത് ഇവിടെ ഇത് ആദ്യമേ നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് ഇത് അങ്ങോട്ട് എഴുതി, പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇത് എഴുതിയിട്ട് ഇവിടെ എയും ഈ 6aby ഇവിടെ -6aby, ഇവിടെ എ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് 6aby വരും. അതുപോലെ ഇവിടെ 2ab വരും. ഇവിടെ ബി മൾട്ടിപ്ലൈ ചെയ്താൽ -6aby വരും. ഇവിടെ -2ab വരും. അത് നമുക്ക് ആ ഐഡിയ ഇത് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോളും. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈനായിട്ടുള്ള ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർ മക്കൾക്ക് PDF ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് PDF ക്വസ്റ്റ്യൻസ് തരും. 5 പേരുടെയും 10 പേരുടെയും ചെറിയ ബാച്ചായിട്ടാണ് സാർ ചെയ്യുന്നത്. വളരെ ചെറിയ പേയ്മെൻറ്റിന് നിങ്ങൾക്ക് ചെയ്തു തരും. ഇതുപോലെയൊക്കെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് x 1/2 കിട്ടി. ഇനി നമ്മൾ ഒരു ഇക്വേഷൻ അങ്ങ് എടുക്കുക. നമുക്ക് y കിട്ടണം. നമ്മൾ ഇതങ്ങ് എടുത്താൽ മതി. 6ax + 6by = 3a + 2b. ഇവിടെ നമുക്ക് 6ax + 6by = 3a + 2b. അപ്പോൾ ഈ എക്സിന് പകരം 1/2 കൊടുത്ത് നോക്കിയേ. ഈ എക്സിന് പകരം നമ്മൾ 1/2 കൊടുത്തു. അപ്പോൾ 6a × 1/2 + 6by = 3a + 2b. ഇവിടെ നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 വരും. അപ്പം 3a വരും. 3a + 6by = 3a + 2b എന്ന് കിട്ടി. നമ്മൾ 3a ഇങ്ങനെ കട്ട് ചെയ്താൽ 6by = 2b എന്ന് കിട്ടി. ഇവിടെ b നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ 6y = 2, y = 1/3. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വലിയ സംഭവം തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ നെമോണിക്സ് ഉപയോഗിച്ച് ഒരുപാട് കണക്കുകൾ പ്രാക്ടീസ് ചെയ്തു. എൻ, ഇ എൻ, ഇ ഇ, ഐ യു, പി എൻ, സി ഐ, നമുക്കതിൻ്റെ ഫുൾ ഫോം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നെമോണിക്സിൻ്റെ പവർ എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ സാർ ഒരു 3 കണക്ക് കാണിച്ചു തരാം. മക്കൾക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാം. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 2023 ഒരു ക്വസ്റ്റ്യനാണ്. 2 ലൈൻസ് ആർ ഗിവൺ ടു ബി പാരലൽ. അപ്പം ആദ്യമേ തന്നെ ലൈൻ പാരലാണെന്ന് പറഞ്ഞു. നമുക്ക് പാരലാണെന്ന് പറയുമ്പോഴേ നമ്മുടെ നെമോണിക്സിൽ എവിടെയാണ് പി വരുന്നത്? നമുക്കറിയാം എൻ, ഇ എൻ, ഇ ഇ, ഐ യു, പി എൻ, സി ഐ. അപ്പം നമുക്ക് ഇ എന്നിന് നേരെയാണ് പി എൻ വരുന്നത്. ഈ പി എന്ന് പറയുന്നത് പാരലലാണ്. ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നു. അപ്പം ഇ എൻ എന്ന് പറഞ്ഞാൽ, അതായത് പാരലൽ വരുമ്പം ഇ എൻ ആണ്. അതായത് A1/A2 ഈസ് ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അതുകൊണ്ടാണ് ഇ എൻ വന്നത്. അപ്പം നമുക്കറിയാം സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെയാണ്. ഇത് നോക്കാം. 2 ലൈൻസ് ആർ ഗിവൺ ടു ബി പാരലൽ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് എന്താ? A1/A2 ഈസ് ഈക്വൽ ടു B1/B2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദ ഇക്വേഷൻ ഓഫ് വൺ ഓഫ് ദ ലൈൻ ഈസ് 3x - 2y ഈസ് ഈക്വൽ ടു 5. ദ ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് ലൈൻ ഇതെങ്ങനെ കാണും? നമുക്ക് ഓൾറെഡി പാരലൽ എന്ന് കണ്ടത് നമുക്ക് മനസ്സിലായി. ഇ എൻ ഈക്വൽ ടു പി എൻ, അല്ലെ ഇ എൻ പി എൻ. അപ്പം നമുക്ക് A1/A2 ഈസ് ഈക്വൽ ടു B1/B2. ദേ ഒരെണ്ണം 3x - 2y ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 4 ചോയ്സിൽ ഏതെടുക്കുമ്പോഴാണ് A1/A2 ഈസ് ഈക്വൽ ടു B1/B2 കിട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ദ -12x + 8y ഈക്വൽ ടു 7 ഇതെടുത്ത് നോക്കിയേ. -12x + 8y ഈക്വൽ ടു 7 എടുത്തു കഴിഞ്ഞാൽ A1/A2 3/-12 നമുക്ക് -1/4 എന്ന് കിട്ടി. B1/B2 -2/8 -2/8 -1/4 എന്ന് കിട്ടി. അതായത് A1/A2 ഈസ് ഈക്വൽ ടു B1/B2. എന്നാൽ C1/C2 വേറെയാണ്. ദേ ഉണ്ടോ? C1/C2 5/7 വന്നില്ലേ? അത് വേറെയാണ്. അപ്പം നമ്മൾ ആ 4 ഈ 4 ചോയ്സ് എടുക്കുമ്പം ആ 4 ചോയ്സിൽ A1/A2 ഈസ് ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 വരുന്നത് ഈ കാണുന്ന സി ആണ്. Therefore the answer is C. ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അവിടെയൊക്കെ നമ്മൾ നെമോണിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് x + y - 4 ഈക്വൽ ടു 0 ആൻഡ് 2x + ky ഈസ് ഈക്വൽ ടു 3 ഹാസ് നോ സൊല്യൂഷൻ. അപ്പോൾ കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ടിപ്പ് നമുക്ക് കിട്ടി. നമുക്ക് നോ സൊല്യൂഷൻ എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം ഇതാണ് ഇ എൻ പി എൻ. ഇതാണ് നെമോണിക്സിൽ നിന്നും ഈ പി എൻ, ഇത് നോ സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പം നോ സൊല്യൂഷൻ വന്നാൽ അപ്പം തന്നെ ഇ എൻ ആണ്. അതായത് A1/B1 ഈസ് ഈക്വൽ ടു A2/B2 നോട്ട് ഈക്വൽ ടു C1/C2. അപ്പം നമുക്ക് കിട്ടി A1/B1. അതായത് നോ സൊല്യൂഷനിൽ ഇ എൻ വരണം. അപ്പം നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കണം? A1/A2 ഈസ് ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അപ്പം ഇത് ഈക്വൽ ആണെന്നെങ്കിൽ തന്നെ നമുക്ക് കെ കിട്ടും. അത് എന്തുകൊണ്ടാണ്? നമുക്ക് A1/A2 എന്ന് പറഞ്ഞാൽ അതേ ഉണ്ടോ, എക്സിൻ്റെ കോഎഫിഷ്യന്റ് 1 ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 2 അപ്പം നമുക്ക് A1/A2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. B1/B2 എക്സിൻ്റെ വൈയുടെ കോഎഫിഷ്യന്റ് 1, ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് കെ. അപ്പം നമുക്ക് 1/k എന്ന് പറയാം. A1/A2 ഈസ് ഈക്വൽ ടു B1/B2 ആയതുകൊണ്ട് നമുക്ക് 1/2 ഈസ് ഈക്വൽ ടു 1/k. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം k ഈസ് ഈക്വൽ ടു 2. നമ്മളോട് കെയുടെ വാല്യൂ ആണ് ചോദിച്ചത്.
Therefore, our answer is D. അപ്പോൾ ഇവിടെ നെമോണിക്സ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതെല്ലാം അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാസ് യുണീക്ക് സൊല്യൂഷൻ. ഇവിടെയും ഹിന്റ് കിട്ടി. നമുക്ക് 2019 യുണീക്ക് സൊല്യൂഷൻ അവർ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒന്നും നമുക്ക് അറിയണ്ട. നമുക്കറിയാം NENEIUPNCI. അപ്പം എന്നിന് നേരെ IU ആണ് വരുന്നത്. ആ U ആണ് യുണീക്ക് സൊല്യൂഷൻ. അപ്പം അവിടുത്തെ കണ്ടീഷൻ എന്താ? N ആണ്. N എന്ന് പറഞ്ഞാൽ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2. ആദ്യമേ തന്നെ N വന്നു, നോട്ട് ഈക്വൽ ടു വന്നു. അപ്പം നമ്മൾ A1/A2 എടുത്തു. ഇതേ കണ്ടോ, A1/A2 K/3 എന്ന് വരും. K/3 നോട്ട് ഈക്വൽ ടു B1/B2 2/6 എന്ന് കിട്ടി. അപ്പം 2/6 ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ K ഈസ് നോട്ട് ഈക്വൽ ടു 2/6 ഇൻറ്റു 3. അപ്പം നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഈ 6ഉം 3യും കൂടി കട്ട് ചെയ്താൽ 2 വരും. 2/2 1 വരും. അപ്പം K നോട്ട് ഈക്വൽ ടു 1. അപ്പം ഇതിന് ആക്ച്വലി നമുക്ക് എന്ത് റിസൾട്ടാണ് പറയേണ്ടത്? ഫോർ വാട്ട് വാല്യൂ ഓഫ് K ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് യുണീക്ക് സൊല്യൂഷൻ. എന്താ ചോദിച്ചേക്കണേ? നമുക്ക് K നോട്ട് ഈക്വൽ ടു 1 കിട്ടിയേ. അപ്പോൾ കെയുടെ ഏത് വാല്യൂവിനാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്നത്? K നോട്ട് ഈക്വൽ ടു 1 അങ്ങനെ പറയുകയില്ല. K ഈക്വൽ ടു 1 ഒഴികെ ബാക്കി എല്ലാത്തിനും കെയുടെ എല്ലാ വാല്യൂസിനും യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇവിടെ പറഞ്ഞത് യുണീക്ക് സൊല്യൂഷൻ വരണമെങ്കിൽ K നോട്ട് ഈക്വൽ ടു 1 വരണം. അപ്പോൾ K ഈക്വൽ ടു 1 അല്ലാത്ത ബാക്കി എല്ലാത്തിനും അപ്പോൾ നമ്മൾ എന്ത് പറയും? ഫോർ ഓൾ വാല്യൂസ് ഓഫ് K എക്സെപ്റ്റ് K ഈസ് ഈക്വൽ ടു 1 ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അതായത് ഫോർ വാട്ട് വാല്യൂ ഓഫ് K ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് യുണീക്ക് സൊല്യൂഷൻ എന്നതിൻ്റെ ആൻസർ ഫോർ ഓൾ വാല്യൂസ് ഓഫ് K എക്സെപ്റ്റ് 1. കാരണം ഇവിടെ K നോട്ട് ഈക്വൽ ടു 1 എന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ പല കുട്ടികളും K ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, Kക്ക് 1 കിട്ടിയാലായിരിക്കും യുണീക്ക് സൊല്യൂഷൻ എന്ന് ചിന്തിക്കും. പക്ഷേ K നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആൻസർ ഫോർ ഓൾ വാല്യൂസ് ഓഫ് K എക്സെപ്റ്റ് K ഈക്വൽ ടു 1 ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. നമ്മൾ നെമോണിക്സിൻ്റെ പവർ നമ്മുടെ NENEIUPNCI നമ്മളതിൻ്റെ ബേസ് ചെയ്തിപ്പോൾ പല പ്രോബ്ലംസും കണ്ടു. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാടെണ്ണം അതിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് പിടികിട്ടി കാണും. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഫൈൻഡ് സി ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് CX പ്ലസ് 3Y പ്ലസ് 3 - C ഈക്വൽ ടു 0, 12X പ്ലസ് CY മൈനസ് C ഈക്വൽ ടു 0 ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. നമുക്കവർ ടിപ്പ് തന്നു കഴിഞ്ഞു. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം CI എന്തുകൊണ്ടാ? ഇത് കോയിൻസിഡൻറ്റ്, ഇത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ അറിയാം. അപ്പം CI എന്ന് പറയുന്ന ഏത് നെമോണിക്സിൽ ഏതിലാണ് വരുന്നത്? EEയിലാണ് വരുന്നത്. അപ്പം നമുക്ക് EE എന്ന് പറഞ്ഞാൽ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. അപ്പം ഇത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ EECI I ആണ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വന്നെങ്കിൽ EE വരണം. അതായത് A1/A2 ഈസ് ഈക്വൽ ടു B1/B2 ഈസ് ഈക്വൽ ടു C1/C2 വരണം. ആ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ കിട്ടിയപ്പോൾ തന്നെ ഇത്ര ഐഡിയ കിട്ടി. ഇനി C ആണ് കാണേണ്ടത്. നമുക്ക് 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. നമ്മൾ ആ ഇക്വേഷൻ അടുപ്പിച്ചങ്ങ് എഴുതാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അടുപ്പിച്ചങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. A1/A2 എന്ന് പറയുമ്പം C/12 B1/B2 3/C വരും. C1/C2 3 - C - C വരും. 3 - C - C നമ്മളിത് ഈ മൈനസ് എടുക്കാൻ വിട്ടുപോകരുത്.
സാധാരണ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ C1/C2 എടുക്കുമ്പം ഈ മൈനസ് എടുക്കുകയില്ല, അപ്പോൾ ടോട്ടൽ തെറ്റിപ്പോവും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സി കാണണം. നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി അങ്ങ് എടുക്കാം. C/12 = 3/C. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം C² = 36 എന്ന് വരും. അതായത് C ± 6. അപ്പോൾ രണ്ട് വാല്യൂ സിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി എടുക്കണം. 3/C = 3 - C/-C. 3/C 3 - C/-C നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. -3C = ഈ സി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3C - C² എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഈ C² ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അത് പോസിറ്റീവ് ആവും. ഈ -3C ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 3C + 3C 6C വരും. നമ്മളിത് 6നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ C² - 6C = 0 എന്ന് കിട്ടി. സി കോമൺ വെളിയിലെടുത്താൽ C × C - 6 = 0. അപ്പം നമുക്കറിയാം മാത്തമാറ്റിക്സിനകത്ത് AB = 0 ആണെങ്കിൽ A = 0, B = 0 ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ നമുക്കറിയാം. അപ്പം ഇവിടെ നമുക്ക് C = 0, C - 6 = 0. അപ്പം ഇവിടെ C = 0, C - 6 0 ആയതുകൊണ്ട് C 6 വരും. അപ്പം സിയുടെ വാല്യൂസ് ഏതൊക്കെയാ? ഇവിടെ +or-6 കിട്ടി. അപ്പോൾ +or-6 ഉണ്ട്, +6 ഉണ്ട്, -6 ഉണ്ട്. ഇത് പിന്നെ 6 തന്നെ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. പിന്നെ 0 ഉണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസിന് സിക്കുണ്ട്. നമ്മോട് ചോദിച്ചത് എന്തായിരുന്നു? നമ്മോട് അവർ ചോദിച്ചത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി എന്നാണ് ചോദിച്ചത്. നമുക്ക് ആ ഹിൻ്റ് അവർ തന്നെ എന്താ? സിസ്റ്റത്തിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? CI. ഈ ഒറ്റ ഹിൻ്റ് മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദ്യം ഇതാണ്. ഇത് നമുക്ക് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് K ഫോർ വിച്ച് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. നമുക്കവിടെ ഹിൻ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് വീണ്ടും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വന്നു. അപ്പം EECI നെമോണിക്സ് കിട്ടി. അപ്പം EE വരുമ്പം A1/A2 = B1/B2 = C1/C2. നമുക്ക് ആ നെമോണിക്സ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം സാറൊരു കാര്യം പറയാം. ഈ നെമോണിക്സ് മക്കൾ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോസ് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. മക്കളെല്ലാവരും നെമോണിക്സ് പഠിച്ചു എന്ന് വിചാരിച്ചാണ് സാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീനിയർ ഇക്വേഷൻസിൻ്റെ ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കെയർഫുള്ളായിട്ട് മക്കൾ ആ വീഡിയോസ് മൊത്തം കാണണം. അപ്പോൾ അതിനകത്ത് കുറേ കഴിയുമ്പോൾ നെമോണിക്സ് വരുന്നുണ്ട്. പക്ഷേ നെമോണിക്സ് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ ലീനിയർ ഇക്വേഷനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പം നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടി. അപ്പം നമുക്ക് A1/A2 എത്രയാണ്? A1/A2 എന്ന് പറയുമ്പോൾ A1/A2 അപ്പം 2/K+1. നമ്മൾ 2/K+1 എഴുതി. B1/B2 എന്ന് പറയുമ്പം വൈയുടെ കോഎഫിഷ്യൻറ്റ് 3/2K-1 എന്ന് വരും. അപ്പോൾ നമ്മൾ 3/2K-1 എഴുതി. ഇനി C 7/4K+1 C1/C2. അപ്പോൾ നമ്മൾ ആ പിക്ചറിൽ നമ്മുടെ ആ ഇക്വേഷനിലേക്ക് നോക്കിയിട്ട് നമ്മളിത് A1/A2 B1/B2 C1/C2 അത് നമുക്ക് ആ രണ്ട് ഇക്വേഷനിലും കൂടി നോക്കിയിട്ട് A1 B1 A2 B2 A1/A2 അപ്പോൾ A1 A2 കണ്ടുപിടിക്കുക. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, പിന്നെ B1/B2 വൈയുടെ കോഎഫിഷ്യൻറ്റ്, പിന്നെ കോൺസ്റ്റൻറ്റ് C1/C2. നമ്മളിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ടെണ്ണം എടുക്കണം. ആദ്യം ഇത് രണ്ടും കൂടി എടുക്കണം, പിന്നെ ഇത് രണ്ടും കൂടി എടുക്കണം. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടി എടുത്താൽ നമുക്കിത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2K-1 ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം 3 × K+1 കിട്ടും. ബ്രാക്കറ്റ് മാറ്റിയാൽ 2 × 2K-1 4K-2 എന്ന് കിട്ടും. ഇവിടെ 3K+3 എന്ന് കിട്ടി. ഈസി ആയിട്ട് 3K ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ
4k മൈനസ് കെ. അപ്പം കെ ഇവിടെ വരും. ഈ -2 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 3 + 2 5 കിട്ടി. കെയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത രണ്ടെണ്ണം എടുത്തേ. ഇത് രണ്ടും കൂടി എടുത്തേ. അപ്പം 3/2k - 1 = 7/4k + 1. ഇതേ കണ്ടോ? 3/2k - 1 = 7/4k + 1. അവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 4k + 1 = 7 × 2k - 1 എന്ന് കിട്ടി. ഇതാ മൾട്ടിപ്ലൈ ചെയ്താൽ 12k + 3 = 14k - 7 എന്ന് കിട്ടി. നമുക്കിത് 12k ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 14k - 12k എന്ന് പറയുമ്പം 2k ഒരു സൈഡിൽ വരും. ഈ 7 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 + 7 10 വരും. അപ്പം 2k 10 വന്നാൽ k = 10/2 = 5 എന്ന് വരും. നമുക്ക് k = 5 നേരത്തെ കിട്ടിയതാണ്. അപ്പം നമ്മളോട് കെയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. ദെയർഫോർ k = 5. അപ്പം സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരോടും സാറിനെ പറ്റി പറയുക. നമ്മൾ 2015 ഒരു ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ നെമോണിക്സ് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. സി, ഫൈൻഡ് വെദർ ദ ലൈൻ റെപ്രസെൻറ്റിംഗ് ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ആർ പാരലൽ ഓർ കോയിൻസിഡന്റ്. നമുക്ക് നമ്മുടെ നെമോണിക്സ് അറിയാം. ഇന്റർസെക്റ്റ്, പാരലൽ, കോയിൻസിഡന്റ്, ഇതൊക്കെ നമുക്ക് നെമോണിക്സിലൂടെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് A1/A2, B1/B2, C1/C2 കാണാം. നമുക്ക് നോക്കാം. A1/A2 എന്താണ്? നമുക്ക് രണ്ട് ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. A1/A2 എന്ന് പറയുമ്പം 2/4 എന്ന് കിട്ടും. അതായത് 1/2. A1/A2 1/2 ആണ്. B1/B2 -3/-5 അല്ലെങ്കിൽ 3/5 ആണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം A1/A2 ≠ B1/B2. അപ്പം നമുക്ക് അതിൻ്റെ മീനിങ് എന്താ? n ആണ് വന്നിരിക്കുന്നത്. ആദ്യമേ n വന്നാൽ നമ്മുടെ നെമോണിക്സിൽ നിന്ന് നമ്മൾ ഏതാ എടുക്കണ്ടേ? നമ്മുടെ നെമോണിക്സിലെ ആദ്യത്തേത് IU. അതായത് IU എന്ന് വന്നു കഴിഞ്ഞാൽ യുണീക്ക് സൊല്യൂഷനാണ്. അതുപോലെ ഈ I എന്താണ്? ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. 3 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ആണോ, പാരലൽ ആണോ, കോയിൻസിഡന്റ് ആണോ? അപ്പം നമുക്ക് കിട്ടി ഇന്റർസെക്റ്റ് അറ്റ് എ പോയിന്റ്. അതിന് കാരണം A1/A2 ≠ B1/B2 ആണെങ്കിൽ നമുക്ക് NIU. നമുക്കറിയാം ഈ 3 സംഭവങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. N, EN, EE, EE, IU, PN, CI. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് N എന്ന് പറഞ്ഞാൽ A1/A2 ≠ B1/B2. അതാണ് ≠ നമ്മൾ N എന്ന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. അതാണ് ഈ I എന്ന് പറയുന്നത്. യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതാണ് U എന്ന് പറയുന്നത്. ഇനി EN ആണെങ്കിലോ? EN എന്ന് പറഞ്ഞാൽ A1/A2 = B1/B2 ≠ C1/C2. അതാണ് EN ഉദ്ദേശിക്കുന്നത്. അപ്പം EN ആണെങ്കിൽ PN ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? P മീൻസ് പാരലൽ, ലൈൻസ് പാരലൽ ആയിരിക്കും. N എന്ന് പറഞ്ഞാൽ നോ സൊല്യൂഷൻ. അപ്പം അത് ഓർത്തിരിക്കുക. ലാസ്റ്റ് EE, അതേത് കേസാ? A1/A2 = B1/B2 = C1/C2. = നമ്മൾ E എന്ന് പറയുന്നത്. നോട്ട് = ആണെങ്കിൽ N എന്ന് പറയും. അപ്പം നമുക്ക് A1/A2 = B1/B2 = C1/C2 ആണെങ്കിൽ ആ ലൈൻസ് കോയിൻസിഡന്റ്, അതായത് C എന്ന് ഉദ്ദേശിക്കുന്നത് കോയിൻസിഡന്റ് ആയിരിക്കും. അതുപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അതാണ് ഈ I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ഫുൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്
ഇത് യുണീക്ക് സൊല്യൂഷൻ, പി പാരലൽ ലൈൻസ്, എൻ നോ സൊല്യൂഷൻ, സി കോയിൻസിഡന്റ്, ഐ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അത്രയും ഫുൾ ഫോം എഴുതി വയ്ക്കുക. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, കൺസിസ്റ്റന്റ്. ഈ രണ്ട് കേസും കൺസിസ്റ്റന്റ് ആണ്. കാരണം കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടാകണം. ഇവിടെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ഈ കേസിൽ, അതുകൊണ്ട് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്, അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. പി എൻ കേസിലാണെങ്കിൽ ഇവിടെ നോ സൊല്യൂഷൻ ആണ്, അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മകൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈനായിട്ടുള്ള ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർ മക്കളെ 5 കുട്ടികളുടെ ബാച്ച്, അതുപോലെ 10 കുട്ടികളുടെ ബാച്ച് വളരെ ചെറിയ പ്രൈസിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. സാറിൻ്റെ ഓരോ വീഡിയോയും കാണിച്ചുകൊണ്ട് കറക്റ്റായിട്ട് പഠിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിൽ വിളിക്കുക. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാരിലേക്കും മക്കൾ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.